ഒരു 16 വയസ്സുകാരൻ്റെ താക്കു തരങ്കിടി താക്കു തരങ്കിടി താക്കു തരങ്കിടി താ എന്ന അവസ്ഥയായ കാര്യമാണ് നിങ്ങളോട് ഞാൻ പങ്കുവയ്ക്കുന്നത്. ഇപ്പം ഈ പയ്യൻ്റെ മാതാപിതാക്കളും തരികിട തരികിട എന്ന് നടക്കുക ഈ പയ്യനെയും കൊണ്ട് ചികിത്സയ്ക്ക്. എന്താ സംഭവം? ഇപ്പോഴത്തെ പിള്ളേരാണല്ലോ, ചെറിയ പ്രായം മുതൽ തന്നെ അവൻ്റെ കലാപരിപാടി സ്വയംഭോഗം, മാസ്റ്റർബേഷൻ. എങ്ങനെ? ഇഷ്ടംപോലെ പോൺ വീഡിയോസാണ് അവൻ കാണുക. അവൻ്റെ ഹോബി അതാണ്. ഇപ്പോൾ പിള്ളേർക്ക് ഹോബി ഇതാണല്ലോ. എന്നിട്ട് എന്ത് സംഭവിച്ചു? ഇവനിത് കണ്ട് 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 അവൻ്റെ മനസ്സിൽ അവൻ്റെ ലിംഗം വളരെ ചെറുതാണ്, അവൻ്റെ സൗന്ദര്യം അത്ര പോരാ. അതുകൊണ്ട് പെൺകുട്ടികളെ ആകർഷിക്കാൻ അവന് സാധ്യമല്ല എന്ന തോന്നലുണ്ടായിട്ട് ഇവൻ്റെ മൈൻഡ് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് എന്തുവാ എങ്കിൽ ബോയ്സിനോട് ആകർഷണീയത ഉണ്ടായിക്കഴിഞ്ഞാൽ പെൺകുട്ടികളെ പിന്നെ സംതൃപ്തിപ്പെടുത്തണ്ടല്ലോ. ഇപ്പോൾ ചുരുക്കം എന്തുവായി? അവൻ സെക്സ് മാനിയാക്കായിട്ട് സമനില തെറ്റിയ അവസ്ഥയിൽ നടക്കുക. ഇപ്പം അവൻ ഗേ ആണോ അതോ ബൈസെക്ഷൽ ആണോ എന്നുള്ള ചിന്തയിൽ അവൻ്റെ പഠനവും പോയി, അവൻ്റെ അവസ്ഥയും പോയി, ആകെ തകരാറായി. ശ്രദ്ധിക്കുക, പേരൻസ് വേണമെങ്കിൽ ശ്രദ്ധിക്കുക. കുട്ടികൾ മൊബൈൽ ഫോണ് ഞാൻ എത്രയോ പറഞ്ഞു കഴിഞ്ഞു, ഒരു രക്ഷയുമില്ല, വളരെ തീവ്രമാണ്. ഞാൻ 23 വർഷമായി പണി തുടങ്ങിയിട്ട്, സൈക്കോളജി, കൗൺസിലിംഗ്. പക്ഷെ സകല കുട്ടികളിൽ ഈ വിഷയമുണ്ട്. പേരൻസാണ് ഉത്തരവാദി. എന്നെ വേണമെങ്കിൽ വിളിക്കാം, എന്നെ സമീപിക്കാം. ഞാൻ മെഡിറ്ററ ഹോസ്പിറ്റൽ സൈക്കോളജിസ്റ്റാണ്. 9605743596. സേവനം നേടൂ, കുട്ടികളെ രക്ഷപ്പെടുത്തൂ, നിങ്ങൾക്ക് വേണമെങ്കിൽ. നന്ദി. ഇല്ലെങ്കിൽ താക്കു തരികിട 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 ആണ് നിങ്ങളുടെ മക്കൾ. നിങ്ങൾ സൂക്ഷിക്കുക.